എൻ്റെ കൂടെയുള്ള കൂട്ടുകാരെല്ലാവരും ഇങ്ങനെ സെൻട്രൽ ഗവൺമെൻറ് ജോലി നോക്കുന്നവരല്ലായിരിക്കും, അല്ലെങ്കിൽ എക്സാമിന് നോക്കുന്നവരല്ലായിരിക്കും. അപ്പോഴത്തേക്ക് അവരിങ്ങനെ പുറത്ത് പോകുമ്പോഴും അവർ നമ്മളെ കണക്കിന് പഠിക്കണമെന്നില്ല, പുറത്ത് പോകുമ്പോഴും എല്ലാം നമുക്കും തോന്നും ഇതൊക്കെ കളഞ്ഞിട്ട് അവരോട് പോകണമെന്ന്. പക്ഷേ ഫിസിക്കൽ ടെസ്റ്റ് രാവിലെ അടുത്തുള്ള ഒരു കോളേജിൽ ഓടാൻ പോകുമായിരുന്നു ഡെയിലി. യൂണിഫോം പോസ്റ്റിലേക്ക് വരുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നല്ലോണം പ്രിപ്പയർ ചെയ്യണം. പിന്നെ ഒരുപാട് സോഴ്സിൽ നിന്ന് പഠിക്കാൻ തീരുമാനിക്കല്, ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് മാത്രം തീരുമാനിക്കണം. ഞാൻ എൻട്രി ആപ്പിലൂടെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. 2021 തൊട്ട് എൻട്രി ആപ്പിനോട് ഉണ്ടായിരുന്നു. വളരെ സപ്പോർട്ട് ചെയ്യായിരുന്നു, മെൻറ്റർ സപ്പോർട്ട് നന്നായിട്ടുണ്ടായിരുന്നു. ഡൗട്ട് ക്ലിയർ ചെയ്യണമെങ്കിൽ എന്താണെങ്കിലും മെൻറ്റർ നല്ല സപ്പോർട്ടായിരുന്നു. എൻ്റെ പേര് അമൽകൃഷ്ണൻ എന്നാണ്. ഇക്കഴിഞ്ഞ SSGD 2020 ഞാൻ ക്ലിയർ ചെയ്തു. എനിക്ക് കിട്ടിയ പോസ്റ്റ് CRPF ആണ്. എനിക്ക് 30 ദിവസത്തിനായി ജോയിൻ ചെയ്യണം. അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൈ കിട്ടി. വളരെ സന്തോഷമുണ്ട്. പ്രിപ്പറേഷൻ ഞാൻ എൻട്രി ആപ്പിലൂടെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. 2021 തൊട്ട് എൻട്രി ആപ്പിനോട് ഉണ്ടായിരുന്നു. അന്ന് SSGD ഗോൾഡ് ബാച്ചാണ് എടുത്തത്. നല്ല സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വളരെ സപ്പോർട്ട് ചെയ്യായിരുന്നു, മെൻറ്റർ സപ്പോർട്ട് നന്നായിട്ടുണ്ടായിരുന്നു. ഡൗട്ട് ക്ലിയർ ചെയ്യണമെങ്കിൽ എന്താണെങ്കിലും മെൻറ്റർ നല്ല സപ്പോർട്ടായിരുന്നു. എൻട്രി ആപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ എന്ന് പറയാൻ ഡെയിലി പഠിക്കാനുള്ള ക്ലാസ്സുകൾ അവർ സെറ്റ് ചെയ്തിട്ട് തരും. അപ്പോൾ നമ്മൾ അത് മാത്രം കണ്ട് പഠിച്ചാൽ മതി. കൂടാതെ മെൻറ്റേഴ്സ് ആണെങ്കിൽ നല്ല സപ്പോർട്ടാണ്. നമ്മൾ ഡൗട്ട് ചോദിച്ചാലും ഒട്ടും താമസിക്കാതെ തന്നെ അവർ അതിനുള്ള ആൻസർ അപ്പോൾ തന്നെ ഇട്ട് തരും. അത് മനസ്സിലാവുന്ന രീതിയിലാണ് ഇട്ട് തരുന്നത്. പിന്നെ മോക്ക് ടെസ്റ്റ് ആകുമ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അങ്ങനെ എല്ലാം നല്ലൊരു ഇതാണ്. പഠിക്കാൻ തന്നെ നമുക്കൊരു സപ്പോർട്ടിങ് ആണ് ആപ്പ്. പഠിക്കാൻ ഞാൻ കൂടുതലും രാവിലെ ആയിരുന്നു പഠിക്കുന്നത്. ഞാൻ IT ആയിരുന്നു. IT കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം ഞാൻ പഠിക്കുകയായിരുന്നു ചെയ്യുന്നത്. ഫിസിക്കൽ ടെസ്റ്റ് രാവിലെ അടുത്തുള്ള ഒരു കോളേജിൽ ഓടാൻ പോകുമായിരുന്നു ഡെയിലി. പിന്നെ എല്ലാം പ്രിപ്പയർ ചെയ്യാൻ നല്ല പാടായിരുന്നു. ഫിസിക്കലാണെങ്കിലും നല്ല പാടായിരുന്നു. ടൈമിനനുസരിച്ച് ഓടണമായിരുന്നു. എനിക്ക് സെൻട്രൽ ഗവൺമെൻറ് ജോലിയായിരുന്നു ആഗ്രഹം. കാരണം ഞാൻ കണ്ടത് ചേട്ടൻ ആദ്യം തൊട്ടേ സെൻട്രൽ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ്. അത് ഞാനും ആ വഴിയിലേക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോയി. പിന്നെ PSC ഞാൻ വേറെ നോക്കിയില്ലായിരുന്നു. ഇനി ഇത് നോക്കിയിട്ട് PSC നോക്കാമെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. പക്ഷേ ഭാഗ്യം കൊണ്ട് എനിക്ക് കിട്ടി. വളരെ സന്തോഷമുണ്ട് കിട്ടിയിട്ട്. എനിക്ക് യൂണിഫോം ജോബുകളായിരുന്നു താല്പര്യം. ഞാൻ എല്ലാ യൂണിഫോം ജോബുകൾക്കും വേണ്ടി പ്രിപ്പയർ ചെയ്യായിരുന്നു. എനിക്ക് 18 വയസ്സായപ്പോഴേ ഞാൻ ഓരോ ജോബിന് നോട്ടിഫിക്കേഷൻ എടുത്ത് അതിനുള്ള സിലബസ് കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെയായിരുന്നു പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ SSGDക്ക് ഞാൻ പ്രിപ്പയർ ചെയ്തു, അതെനിക്ക് കിട്ടി. ഇനിയിപ്പം ഈ യൂണിഫോം പോസ്റ്റിലേക്ക് വരുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നല്ലോണം പ്രിപ്പയർ ചെയ്യണം. പിന്നെ ഒരുപാട് സോഴ്സിൽ നിന്ന് പഠിക്കാൻ തീരുമാനിക്കല്, ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് മാത്രം തീരുമാനിക്കണം. പല സോഴ്സിലാകുമ്പം പല ഡീറ്റെയിൽസ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാം പഠിക്കാമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഒരു സോഴ്സിൽ നിന്ന് മാത്രം പ്രിപ്പയർ ചെയ്യണം. പിന്നെ ഫിസിക്കൽ ട്രെയിനിങ് ആണെങ്കിലും കറക്റ്റ് നമ്മൾ ഫിസിക്കൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഇന്ന് ഓടാനും എല്ലാം പോകണം. എല്ലാം ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ഫിസിക്കലായാലും മെഡിക്കലായാലും റിട്ടേൺ ആയാലും എല്ലാം ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് എല്ലാം ഒരുപോലെ നോക്കണം. അതാണ് ഈ ഫോഴ്സിൻ്റെ എക്സാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ. പ്രത്യേകം ശ്രമിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. എല്ലാവരും കിട്ടും. അതിനനുസരിച്ച് പഠിച്ചാൽ മതി. ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിൽ തന്നെ എൻ്റെ കൂടെയുള്ള കൂട്ടുകാരെല്ലാവരും ഇങ്ങനെ സെൻട്രൽ ഗവൺമെൻറ് ജോലി നോക്കുന്നവരല്ലായിരിക്കും, അല്ലെങ്കിൽ എക്സാമിന് നോക്കുന്നവരല്ലായിരിക്കും. അപ്പോഴത്തേക്ക് അവരിങ്ങനെ പുറത്ത് പോകുമ്പോഴും അവർ നമ്മളെ കണക്കിന് പഠിക്കണമെന്നില്ല, പുറത്ത് പോകുമ്പോഴും എല്ലാം നമുക്കും തോന്നും ഇതൊക്കെ കളഞ്ഞിട്ട് അവരോട് പോകണമെന്ന്. പക്ഷേ നമ്മളൊരു ഭാവി നോക്കി ഇരിക്കുമ്പോഴത്തേക്ക് വീണ്ടും നമുക്ക് പഠിക്കാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടും. പിന്നെ സിലബസ് കറക്റ്റ് ചെയ്യണം. എല്ലാം നമുക്കൊരു മനസ്സിലുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലിയർ ചെയ്യുന്ന എക്സാമാണ് ഇതൊക്കെ. അപ്പോൾ ഇനി വരുന്നവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ പല സാഹചര്യങ്ങളിലും നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. നമുക്കൊരു മടുപ്പ് തോന്നും. ഒരുപാട് നേരം ഇരുന്ന് പഠിക്കുമ്പോൾ മടുപ്പ് തോന്നും. ചിലപ്പോൾ നമുക്ക് എത്ര പഠിച്ചാലും മതിയാവത്തില്ല. എന്നാലും മടുക്കരുത്. നാളത്തെ ഭാവിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇനി വരാൻ പോകുന്നവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ മാറ്റി വെച്ച് എക്സാമിന് നോക്കണം. ഫോഴ്സ് എക്സാം ആണെങ്കിൽ തന്നെ പെട്ടെന്ന് കിട്ടാവുന്നൊരു എക്സാമാണ്. ഈ വരുന്നവരെല്ലാം നല്ലോണം പ്രിപ്പയർ ചെയ്താൽ അടുത്ത SSGD തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ.